സിം കാർഡ് ഊരിവെച്ച് നാടുവിട്ടിട്ടും കരീമിന്റെ കൊലയാളി രക്ഷപ്പെട്ടില്ല. ഹുസൈനെ പിടികൂടിയത് പോലീസിന്റെ പഴുതടച്ച അന്വേഷണം. കരീമിന്റെ തലയിൽ ഇടിയേറ്റതും കഴുത്തിൽ ഞെരിച്ച പാടുമാണ് കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിച്ചത്. തുടക്കം മുതൽ റൂമിൽ വന്നിരുന്നവരെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മങ്ങാട് താമസ സ്ഥലത്ത് കരീം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തിരൂർ നടുവിലങ്ങാടി സ്വദേശിയായ അബ്ദുൽ കരീം കൊല്ലപ്പെട്ട കേസിൽ സുഹൃത്തായ താനൂർ അഞ്ചുടി സ്വദേശി ഹുസൈൻ പിടിയിലായത് പോലീസിന്റെ പഴുതടച്ച നീക്കങ്ങൾക്കൊടുവിൽ. കൊലപാതകത്തിനു ശേഷം നാടുവിട്ട ഹുസൈനെ കണ്ടെത്താൻ മൊബൈൽ ഫോൺ പോലും ട്രേസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു പോലീസിന്റെ ശ്രമകരമായ നീക്കങ്ങൾ. ഒടുവിൽ പാലക്കാട് നിന്നാണ് ഹുസൈനെ പോലീസ് പിടികൂടിയത്. കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന കൊല്ലം സ്വദേശി കസ്റ്റഡിയിലുണ്ട്. കൂടെയുണ്ടായിരുന്ന മറ്റൊരാൾക്കായി അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. മരിച്ച അബ്ദുൽ കരീമിന്റെ കഴുത്തിൽ ഞെരുക്കിയ പാട് വ്യക്തമായതോടെയാണ് കൊലപാതകമാണെന്ന് ഉറപ്പിലേക്ക് പോലീസ് എത്തിയത്. കരീമിന്റെ ഇടിയേറ്റതായും ഇൻക്വസ്റ്റിലും കണ്ടെത്തിയിരുന്നു. ഇതോടെ കരീമിനൊപ്പം മുറിയിൽ വന്നിരുന്നവരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൂടെയുണ്ടായിരുന്ന 3 പേരെയാണ് തുടക്കം മുതൽ പോലീസ് സംശയിച്ചിരുന്നത്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ അവരെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. സംഭവത്തിനു ശേഷം നാടുവിട്ടതോടെ ഹുസൈനിലേക്ക് അന്വേഷണം കേന്ദ്രീകരിച്ചു. മൊബൈലിന്റെ സിം കാർഡ് വീട്ടിൽ ഊരിവെച്ചതിനു ശേഷമാണ് ഇയാൾ മുങ്ങിയത്. ഇതോടെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസപ്പെട്ടിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നടുവിലങ്ങാടി സ്വദേശി കുണ്ട്ലകത്ത് അബ്ദുൽ കരീമിനെ നിറമരുതൂർ മങ്ങാട് താമസമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേരള വിഷൻ താനൂർ.